ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡ്രാഗൺ ബോൾ ഡൈമയുടെ എപ്പിസോഡ് 19ന്റെ ബ്രേക്ക് ഡൗൺ വീഡിയോ ആണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൽ നെവ കാരണം നമ്മുടെ ഗോക്കു സൂപ്പർ സൈൻ 4-ൽ മാറുന്നതും അതിനുശേഷം എപ്പിസോഡിന്റെ അവസാനമാകുമ്പോഴേക്കും നമ്മുടെ ഗ്ലോറിയോ ഡ്രാഗൺ ബോൾ വിഷ് ചെയ്യുന്നതുമാണ് പറഞ്ഞത്. എന്നാൽ ആ ഒരു വിഷ് എന്താണെന്ന് എന്താണ് പറഞ്ഞതെന്ന് നമ്മൾക്കറിയില്ല. എന്നാൽ ഈ ഒരു എപ്പിസോഡിൽ ആ ഒരു വിഷ് എന്താണ് പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിലാണെങ്കിൽ നമ്മുടെ ഗ്ലോറിയോ വിഷ് ചെയ്യുന്ന ആ ഒരു രംഗമാണ് കാണിക്കുന്നത്. നമ്മുടെ അനീസു ആണെങ്കിൽ വളരെയധികം ഉത്സാഹത്തിൽ എനിക്ക് ആ ഒരു വിഷ് ലഭിക്കാൻ പോകുന്നു, ഞാനാണ് അടുത്ത ഡീമൺ കിങ്, ഞാനാണ് എല്ലാത്തിനെയും റൂൾ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. എന്നാൽ നമ്മൾ എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്തതുപോലെ തന്നെ ഗ്ലോറിയോ പതിയെ കാലുമാറി നമ്മുടെ ഗോക്കുവിനെയും ഫ്രണ്ട്സിനെയും ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ ഗോക്കുവും ഫ്രണ്ട്സും പഴയതുപോലെ വലുതാകാൻ തുടങ്ങുന്നു. അങ്ങനെ ഗോക്കുവും പതിയെ വലുതായി ആ ഒരു അഡൾട്ട് ഫോമിൽ മാറിയതിന് ശേഷം ഗ്ലോറിയോട് താങ്ക്സും പറയുന്നുണ്ട്. അങ്ങനെ ഈ സമയമാണെങ്കിൽ അനീസു എന്താണ് എനിക്കൊന്നും പറ്റാത്തത് എന്ന രീതിയിൽ നോക്കുമ്പോഴാണ് ആ ഒരു ഡ്രാഗൻ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞ വിഷൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി അടുത്ത പ്രാവശ്യം കാണാമെന്ന് പറഞ്ഞ് ആ ഒരു ഡ്രാഗനും അവിടെ നിന്ന് പോയി ആ ഒരു ഡ്രാഗൺ ബോൾസ് മുകളിലേക്ക് പോയതിനു ശേഷം പല ഡയറക്ഷനിലേക്കും പഴയതുപോലെ പോകുന്നു. എന്നാൽ ഇത് കാണുന്ന ഗോമയാണെങ്കിൽ നിങ്ങൾ വലുതായാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന മട്ടിൽ നോക്കുകയാണ്. അങ്ങനെ ഗോക്കു ആണെങ്കിൽ എന്നാൽ പിന്നെ ഫൈറ്റ് തുടങ്ങാമെന്ന രീതിയിലൊക്കെ റെഡി ആയിരിക്കുമ്പോഴാണ് നമ്മുടെ വെജീറ്റ വന്ന് ഇനി ഞാനാണ് ഫൈറ്റ് ചെയ്യേണ്ടത് എന്ന രീതിയിൽ ഗോക്കുവിനോട് പറയും. ഓർഡർ പ്രകാരം നോക്കുകയാണെങ്കിൽ ഗോക്കു വെജീറ്റ എന്ന് പറഞ്ഞ് മാറി മാറിയാണ് ഇത്രയും നാളും ഫൈറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനി ശരിക്കും വെജീറ്റയാണ് ഇവിടെ ഫൈറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഗോക്കുവിനും ഒന്നും പറയാൻ സാധിക്കാതെ ഇവിടെ വെജീറ്റയും ഗോമയും തമ്മിൽ ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ വെജീറ്റ വലുതാണ്. വെജീറ്റയുടെ ബേസ് ഫോമിൽ തന്നെ ആ ഒരു മുഴുവൻ പവറും പുറത്തെടുത്ത് ഈ ഒരു ഫൈറ്റ് കാണുന്ന ബാക്കിയുള്ള എല്ലാവരും തന്നെ ഞെട്ടുന്നു. അതുപോലെ തന്നെ അനീസിനും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി ഗ്ലോറിയോ കാലുമാറി എന്നത്. അങ്ങനെ ഇതൊക്കെ ചെയ്തു വെച്ച നമ്മുടെ ഗ്ലോറിയോ ആണെങ്കിൽ അനീസുവിനോട് ക്ഷമിക്കണം എന്നും പറയുന്നു. കാരണം നമ്മുടെ ഗ്ലോറിയോക്കാണെങ്കിൽ അത്രയധികം കുറ്റബോധമുണ്ട്. മൂന്നാമത്തെ ഡീമൺ റലത്തിലുള്ള ഗ്ലോറിയോയെ ഇവിടെ ഫസ്റ്റ് ഡീമൺ റലത്തിൽ കൊണ്ടുവരുന്നതും ഗ്ലോറിയോക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതും നമ്മുടെ അനീസു ആണ്. ഈ സമയം നമ്മുടെ അനീസു പറയുന്നുണ്ട്, എന്നെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ പുറകിൽ നിന്നും കുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ നടന്ന സംഭവങ്ങളൊന്നും എനിക്ക് പുതുതായിട്ട് തോന്നുന്നില്ല, ഇനി എന്റെ മുൻപിൽ വരണ്ട എന്ന രീതിയിലും നമ്മുടെ അനീസു ഗ്ലോറിയോട് പറഞ്ഞ് നമ്മുടെ ഗ്ലോറിയോ ആണെങ്കിൽ ഇതുവരെ ചെയ്ത സഹായങ്ങൾക്കൊക്കെ നന്ദി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ അനീസുവിനെ നോക്കിക്കഴിഞ്ഞാൽ അനീസുവിന് അത്രയധികം ദേഷ്യമുണ്ട്, എന്നാൽ അത് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ സമയമായിരിക്കും നമ്മുടെ മാജിൻകു അനീസുവിന്റെ അടുത്തേക്ക് പോയി നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞാനും കൂടെയുണ്ട് എന്ന രീതിയിലും പറയുന്നു. അങ്ങനെ അതിനുശേഷം നമ്മുടെ വെജീറ്റയും ഗോമയും തമ്മിലുള്ള ഫൈറ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. വെജീറ്റ ഫൈറ്റ് ചെയ്യേണ്ടതിൽ സൂപ്പർ സൈൻ ആകുന്നു. അതിനുശേഷം സൂപ്പർ സൈൻ 2, സൂപ്പർ സൈൻ 3 ഇങ്ങനെ ഓരോ ട്രാൻസ്ഫോർമേഷനിലും മാറാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ വെജീറ്റയാണ് പവർഫുൾ ആയിട്ടുള്ളതെങ്കിലും നമ്മുടെ ഗോമയെ അടിച്ച് ഡിഫീറ്റ് ആയ എന്ന രീതിയിൽ അവിടെ എത്തിക്കും. എന്നാൽ ആ ഒരു ടൈമിൽ തന്നെ ഗോമ ആ ഒരു തേർഡ് ഐന്റെ പവർ വെച്ച് പിന്നെയും പവർഫുൾ ആയി തിരിച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇതേ സമയം അടുത്തത് നമ്മുടെ ഗ്ലോറിയോ ആണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഗ്ലോറിയോ ഗോക്കും ഫ്രണ്ട്സിന്റെയും അടുത്ത്. എന്നാൽ ഗ്ലോറിയോക്കും ഈ ഒരു ഗോക്കും ഫ്രണ്ട്സിന്റെയും നേരെ ഫേസ് ചെയ്യാൻ ഒരു ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു. ഈ സമയമാണ് നമ്മുടെ പാൻസി ഓടി വന്ന് ഗ്ലോറിയോയെ പിടിച്ച് സന്തോഷത്തിൽ താങ്ക്സ് ഒക്കെ പറയുന്നു. കൂടാതെ പിന്നെയും എന്നെ പഴയ പോലെ ആക്കിയതിന് നന്ദി എന്ന് നമ്മുടെ ഷിന്നും പറയുന്നുണ്ട്. നമ്മുടെ നെവാനാമിക്കനാണെങ്കിൽ നീ അടിപൊളിയായി അത് ചെയ്തു എന്ന രീതിയിൽ കണ്ണടച്ച് കാണിക്കുന്നുമുണ്ട്. അവസാനം നമ്മുടെ ഗോക്കുവിനെ എടുത്തു കഴിഞ്ഞാലും ഗോക്കു ആദ്യമായി ഗ്ലോറിയോയുടെ പേര് തെറ്റാതെ പറഞ്ഞ് താങ്ക്സ് എന്നും പറയുന്നു. അങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് നമ്മുടെ വെജീറ്റയും ഗോമയും തമ്മിലുള്ള ഫൈറ്റ് ആണ് കാണുന്നത്. നമ്മുടെ വെജീറ്റ ഇപ്പോൾ സൂപ്പർ സൈൻ 3-ലാണ് ഉള്ളത്. അങ്ങനെ അവസാനം വെജീറ്റ ആണെങ്കിൽ ഇതിലൊരു അവസാനം വരണം എന്ന രീതിയിൽ വെജീറ്റ തന്റെ മുഴുവൻ പവറും പുറത്തെടുത്ത് ഒരു വലിയൊരു അറ്റാക്ക് ഗോമയ്ക്ക് നേരെ വിടുന്നു. എന്നാൽ ഗോമയും അതിന് തിരിച്ചടിക്കുന്ന രീതിയിൽ പിടിച്ചു നിർത്തുന്നുണ്ട്. എന്നാൽ ഇവിടെ വെജീറ്റയാണ് കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ളത്. വെജീറ്റയുടെ ആ ഒരു അറ്റാക്ക് ഗോമയും എടുത്ത് ആകാശത്തിന് മുകളിൽ എത്തുന്നു. അങ്ങനെ മുകളിലെത്തിയ ഗോമ അവിടെ നിന്ന് ഒരു വലിയ പൊട്ടിത്തെറി മാത്രമാണ് പിന്നീട് കേൾക്കുന്നത്. അപ്പോൾ തന്നെ എല്ലാവരും കരുതി ഗോമയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന്. എന്നാൽ ഗോമ പിന്നെയും തേർഡ് ഐ വെച്ച് റീകവറായി വെജീറ്റയുമായി പിന്നെയും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നു. എന്നാൽ ഇപ്പോൾ വെജീറ്റയെ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി സൂപ്പർ സൈൻ 3-ലാണ് ഉള്ളത്. നമുക്കറിയാം ഒരുപാട് സമയം ഈ ഒരു സൂപ്പർ സൈൻ 3 പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വെജീറ്റയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ടയേർഡ് ആയിട്ടാണ് ഉള്ളത്. അങ്ങനെ ഇതൊക്കെ കാണുന്ന നമ്മുടെ ഗോക്കുവിനും മനസ്സിലാകും ഇത് അത്ര ശരിയായിട്ടല്ല പോകുന്നത്. വെജീറ്റയ്ക്ക് കുറെ സമയം ഈ ഒരു സൂപ്പർ സൈൻ 3-ൽ മാറാൻ സാധിക്കുകയില്ല എന്നും പറയുന്നു. അപ്പോഴാണ് പിക്കുലോ പറയുന്നത് വെജീറ്റ എത്ര അടിച്ചാലും നമ്മുടെ ഗോമയാണെങ്കിൽ പിന്നെയും തേർഡ് ഐ വെച്ച് പവർഫുൾ ആയി പിന്നെയും വരുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വെജീറ്റയ്ക്ക് ഒരിക്കലും ജയിക്കാൻ സാധിക്കുകയില്ല എന്നും പറയുന്നു. എന്നാൽ ഈ ഒരു ഫൈറ്റ് കാണുന്ന നമ്മുടെ അനീസുവിന് പെട്ടെന്നൊരു സംഭവം ഓർമ്മ വരുന്നു. ആബുറയ്ക്ക് മുൻപുണ്ടായിട്ടുള്ള ആബുറ എങ്ങനെയാണ് ഈ ഒരു തേർഡ് ഐ വെച്ച് ഇങ്ങനെ പവർഫുൾ ആകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഓർക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് നമ്മുടെ അനീസു മാജിൻ കൂവിനോട് വീട്ടിൽ പോയി അവിടെയുള്ള ലൈബ്രറിയിൽ മാജിക് സെക്ഷനിലുള്ള ഒരു ബുക്ക്
ബുക്ക് ഉണ്ട്, അത് വേഗം എടുത്തിട്ട് വാ എന്ന് പറയുന്നു. അങ്ങനെ അതിനുശേഷം പിന്നെയും വെജീറ്റയാണ് കാണിക്കുന്നത്. വെജീറ്റ പതിയെ ഫൈറ്റ് ചെയ്ത് അവസാനം തന്റെ എനർജി മുഴുവനായും ഡ്രെയിൻ ആയി ബീസ് ഫോമിൽ എത്തുന്നു. അങ്ങനെ ഇത് കാണുന്ന ഗോക്കു ആണെങ്കിൽ വെജീറ്റ മതി, ഇനി ഞാൻ ഫൈറ്റ് ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഇത് കേട്ട് നമ്മുടെ വെജീറ്റ പറയും ഇല്ല ഞാൻ തോറ്റു കൊടുക്കില്ല എന്ന രീതിയിലും പിന്നെയും പറയാൻ തുടങ്ങും. ഇത് കേട്ട് നമ്മുടെ പിക്കലോ ഗോക്കുവിനോട് പറയും ഇങ്ങനെ പോയാൽ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല, ഇതേപോലെ പോയി കഴിഞ്ഞാൽ വെജീറ്റയുടെ കാര്യത്തിലും ഒരു തീരുമാനമാകും എന്നും പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ മാജിൻകു ആ ഒരു ബുക്ക് എടുത്ത് അനുസിന്റെ കയ്യിൽ കൊടുക്കും. അങ്ങനെ ഓരോ പേജായിട്ട് ഇങ്ങനെ മറച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാജിൻകു ഞാൻ വേഗത്തിൽ ആ പേജൊക്കെ മറച്ചു തരാമെന്ന് പറഞ്ഞു ആ ഒരു തേർഡ് ഐനെ പറ്റിയുള്ള വിവരങ്ങൾ രണ്ടുപേരും വായിച്ചു മനസ്സിലാക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ അനിസും കൂവും ഗോക്കും ഫ്രണ്ട്സിന്റെ അടുത്തെത്തി ഗോമയുടെ തലയിൽ നിന്നും ആ ഒരു തേർഡ് ഐ എടുക്കണമെങ്കിൽ ഗോമയുടെ പുറത്ത് ഒരു 4 തട്ടങ്ങ് കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു തേർഡ് ഐ ഗോമയിൽ നിന്നും ഈസിയായി അങ്ങ് ഊരിപ്പോകുമെന്നും പറയുന്നു. കാരണം നമുക്കറിയാം ഇത്രയും സമയം ഫൈറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഗോമയെ കംപ്ലീറ്റ് ആയി ഡിഫീറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു തേർഡ് ഐ പുറത്തേക്ക് കൊണ്ടുവരണം. ഇനി ഇതെങ്ങനെ കൊണ്ടുവരണമെന്ന് ഓൾറെഡി ഇവർക്ക് മനസ്സിലായി. എന്നാൽ പിന്നെ ഇനി ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴേക്കും വെജീറ്റയുമായിട്ടുള്ള ഫൈറ്റ് എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം. അങ്ങനെ അതിനെന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ബുൾമ വെജീറ്റ വേഗം തന്നെ ഫൈറ്റ് നിർത്തി, ഈ ഫൈറ്റ് നിർത്തിയിട്ടില്ലെങ്കിൽ നിന്റെ കൂടെ ഒരുമിച്ച് കുളിക്കില്ല എന്നും പറയുന്നു. വെജീറ്റ ഫാൻസ് ഒക്കെ ഒരിക്കലും കേൾക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള സംഭവമാണ് ഇവിടെ കാണിച്ചു തന്നത്. കാരണം വെജീറ്റ എന്ന ക്യാരക്ടർ നമുക്ക് നല്ല രീതിയിൽ അറിയാം. ഒന്നാമത് തന്നെ പുള്ളിക്കാൻ ഒരു സെയ്യൻ പ്രിൻസ്, അതുപോലെ തന്നെ വെജീറ്റയുടെ ആ ഒരു പ്രൈഡിനെ പറ്റിയൊക്കെ നമ്മൾ പറയുന്നത് പലതവണ കേട്ടതാണ്. എന്നാൽ വെജീറ്റയുടെ ഈ ഒരു നടന്ന സംഭവം അത്ര വലിയ കാര്യമായിട്ട് എടുക്കാനൊന്നുമില്ല. കാരണം അത്രയും ഒരു വില്ലനായിട്ട് വന്ന വെജീറ്റയെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്തത് നമ്മുടെ ബുൾമ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഗോകുവിനെ എടുത്തു കഴിഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ. ചീച്ചി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുകളിലായിട്ട് ഗോകുവിനൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞ് വെജീറ്റ ഇത് കേട്ട ഉടൻ തന്നെ ഗോകുവിന്റെ അടുത്തെത്തി എന്നാൽ പിന്നെ നീ ഫൈറ്റ് ചെയ്തോ എന്ന രീതിയിലും നമ്മുടെ വെജീറ്റ ഇവിടെ പറയും. എന്നാൽ ഇതൊക്കെ കാണുന്ന നമ്മുടെ പാൻസിയും പിക്കലയും മറ്റുള്ള ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഒരു ഫേസ് കാണുമ്പോൾ തന്നെ സംഭവം കുറച്ച് കോമഡി ആയിട്ട് ഇവിടെ തോന്നി. അങ്ങനെ അതിനുശേഷം ഫൈനലി നമ്മുടെ ഗോകുവും കളത്തിൽ ഇറങ്ങുകയാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായി നമ്മുടെ ഡ്രാഗൺ ബോൾ സി ഗോകുവും മാജിൻ ബുവും തമ്മിലുള്ള ഫൈറ്റ് അല്ലേ, അതിൽ നമ്മുടെ ഗോകു ഫസ്റ്റ് സൂപ്പർ സൈനിൽ മാറും, അടുത്തത് സൂപ്പർ സൈൻ 2 പിന്നെ സൂപ്പർ സൈൻ 3 എന്ന് പറഞ്ഞ് ഓരോന്നോരോന്നായി പറഞ്ഞ് ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ മാറുന്നത് പോലെ ഇവിടെയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സൂപ്പർ സൈൻ 3യിൽ മാറി നമ്മുടെ ഗോകു പിന്നെയും പറയുന്നു ഇത് കഴിഞ്ഞ് ഒന്നും കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് ഗോകു പതിയെ സ്ക്രീം ചെയ്ത് ആ ഒരു സൂപ്പർ സൈൻ 4ൽ മാറുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഗോകു സൂപ്പർ സൈൻ 4ൽ മാറിയത് നമ്മൾ കണ്ടതാണ്. എന്നാൽ വലുതായതിനു ശേഷം നമ്മുടെ ഗോകു സൂപ്പർ സൈൻ 4ൽ മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നാലും ഇത് അടിപൊളിയായി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി അവസാനത്തെ ആ ഒരു 20ാമത്തെ എപ്പിസോഡ് എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് ഒരു ഐഡിയയും ഇല്ല. ഒരുപക്ഷെ നമ്മുടെ ഗോകു തന്നെ ഗോമയെ ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ട്രിപ്പിൾ ഫ്യൂഷൻ നടക്കുമെന്ന് ഒരുപാടധികം പ്രതീക്ഷിച്ചിരുന്നു. ഇനിയിപ്പോൾ എന്താകുമെന്ന് നമുക്ക് ലാസ്റ്റ് എപ്പിസോഡിൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും അവസാനത്തെ ആ ഒരു ഫൈറ്റ് തുടങ്ങിയ എപ്പിസോഡ്സ് ഒക്കെ വേറെ ലെവലിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും അതിന്റെ ആ ഒരു ആനിമേഷൻ ആണെങ്കിൽ കൂടി എല്ലാം സൂപ്പർ ആയിരുന്നു. ഇനി നമുക്ക് അവസാനത്തെ ആ ഒരു എപ്പിസോഡിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.